കപ്പപ്പുട്ട് അത് വല്ലാത്തൊരു ടേസ്റ്റാണ്. ഒരു വട്ടം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കപ്പപ്പുട്ടിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കപ്പ കൊണ്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കുക. കപ്പ തോല് കളഞ്ഞ് അതിനുള്ള ചളികളൊക്കെ കളയുക. നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം പിന്നീട് നമ്മളത് ചെറിയ ചെറിയ ചീളുകളായിട്ട് കട്ട് ചെയ്യുക. എന്നാലുള്ളൂ പെട്ടെന്ന് ഉണങ്ങി കിട്ടുക. ഒരു 3 ദിവസം നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് ഇടുക. നമ്മൾ 3 ദിവസം ആണ് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നത് 3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ എടുത്തിക്കുകയാണ്. ഒരുപാടുണ്ട്. നമ്മൾ ഇത് കപ്പപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒറ്റ കാര്യം ഓർക്കുക, നമ്മളെ വീട്ടിലത്തെ സാഹചര്യങ്ങളും വീട്ടിലുള്ള ആളുകളെയും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. നമ്മളിത് ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉണക്കിയിട്ട് നമ്മളെന്താക്കുക, വെള്ളം തട്ടാത്ത നീര് ഒന്നും കടക്കാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. പിന്നീട് നമ്മളിത് പൊടിക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഇട്ടിക്കുകയാണ്. നന്നായിട്ട് പൊടിച്ച് മെഷീനിൽ നോക്കുമ്പോൾ കണ്ടില്ല, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അരിക്കുക. അതിൽ ചെറിയ മൈന്യൂട്ടായിരിക്കുന്ന കുറഞ്ഞ ഇത് ഒഴിവാക്കാൻ ഉണ്ടാവുകയുള്ളൂ. എങ്കിലും നമ്മളൊന്ന് അരിക്കണത് നല്ലതാണ്. നല്ല ടേസ്റ്റിൽ അതിലെന്തെങ്കിലും നമ്മളിപ്പോൾ കടിക്കണ സമയത്ത് വെറുതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിക്കണത് നല്ലതാണ്. അരിച്ചതിന് ശേഷം കിട്ടിയതാണിത്. നമുക്ക് ഇന്ന് ഇത്ര ആവശ്യമുള്ളൂ. 1.5 ഗ്ലാസ്സിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ളതാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. ബാക്കിയുള്ളത് കണ്ട എത്രയും നമ്മൾ ബാലൻസ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ എടുത്തിയിൽ തന്നെ ബാലൻസ് ഉണ്ട്. ഇത്ര ഒരു 1.5 ഗ്ലാസ്സിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ വീട്ടിലാകെ മുതിർന്ന 2 ആൾക്കാരും പിന്നെ കുട്ടികൾ 4 ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് മതിയല്ലോ. 1.5 ഗ്ലാസ് അപ്പോൾ പുട്ടുംപൊടി എടുക്കുക. പുട്ടുംപൊടി അല്ല എന്താണ് കപ്പപ്പുട്ടിൻ്റെ പൊടി എടുക്കുക. പിന്നെ അരിപ്പൊടി 1/2 ഗ്ലാസ് എടുക്കുക. അപ്പോൾ 2 ഗ്ലാസ്സായി. അങ്ങനെ 2 ഗ്ലാസ് എടുക്കുക. 2 ഗ്ലാസ് എടുത്തതിന് ശേഷം അതിക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് ഒരു കുറഞ്ഞ ഉപ്പ് ചേർക്കുക. പിന്നെ പാകത്തിന് വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ കുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇടുക, പിന്നെ പുട്ടിടുക. അങ്ങനെ ഒക്കെ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളതുപോലെ നല്ലതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പുട്ടുണ്ടാവും. അതിലെടുക്കുമ്പോൾ അതുകൊണ്ട് പൊന്തിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. എങ്ങനെ പറയേണ്ടതെന്നൊക്കെ അറിയില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുട്ടും അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴമാണ്